ഹോ, താനീ കണക്കിന് എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കല്ലോടൂ. കണക്കുകളൊന്നും ശരിയാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ എങ്ങോട്ടോടി? എടോ, കഴിഞ്ഞ മാസമല്ലേ ബാങ്കിൽ നിന്ന് ഓടി എടുത്തത്? ആ ഓടി തിരിച്ചടച്ചു. ഇത് വേറെ ഓടി. എടോ, തിരിച്ചടയ്ക്കാൻ പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു പറയടോ. നോക്കട്ടെ, എനിക്ക് വയ്യ മുടിഞ്ഞ കണക്ക്. കള്ള കണക്കാടോ. താൻ അളിയൻ ഒരെണ്ണം മതി എന്നെ എന്റെ കമ്പനിയെ പൂട്ടിക്കാൻ. തയ്യും തൂക്കി നടക്കുന്നു. എനിക്കിനി വയ്യ ഈ കണക്കെഴുത്തും ചീത്ത കേക്കലും. അതുകൊണ്ട് നീ അളിയനോട് കാര്യം തുറന്നു പറഞ്ഞ് ഏതെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കും കുട്ടികൾക്കും വേണ്ടിയാ ഞാൻ ഈ ഇല്ലാത്ത കമ്പനികളുടെ ഇല്ലാത്ത അക്കൗണ്ടന്റായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, നാട് മുഴുവൻ കട ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതെല്ലാം വീട്ടാ എന്നെ ഏൽപ്പിക്കും. ഞാനിപ്പോ പല ഊടുവഴിയിൽ കയറി എന്റെ വീട്ടിലെത്തുന്നത്. നമസ്കാരം മുതലാളി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ പൊട്ടക്കണ്ണന്മാരെ ഒന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിന് പകരം രണ്ടുപേരെയും തല്ലി ചാച്ചോന്ന് നിൽക്കുന്നു. സാധാരണ ആളുകളെ പേടിപ്പിക്കുന്നത് കത്തി കാണിച്ചോ തോക്ക് കാണിച്ചോ ആണ്. ഈ കുരുടന്മാരെങ്ങനെ പേടിപ്പിക്കും? പുറകെ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കണോ? കയ്യിൽ നിന്നെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ശിവരാമ, ഇങ്ങോട്ടോടൂ. ഇപ്പൊ തന്നെ കാശ് കൊടുത്തേക്കണം. അല്ലെ നാളെ ബാങ്ക്. എന്താണ് നാളെ? ഒരു നാളെ ഇല്ല. ഇന്ന് തന്നെ വാങ്ങിച്ചോണം. മേലായുധം പറഞ്ഞ് പഠിക്കാൻ തരാൻ പാടില്ല. നന്ദിനി വാ ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് വായിച്ചതാ. അളിയന് ഞാൻ ഇതുപോലെ തന്നെ വായിച്ചത്. പക്ഷെ അളിയൻ ടൈയോടെ കെട്ടും. അല്ല, അളിയൻ ടൈയോടെ കെട്ടിയാലും കണക്കാ. എന്താ പേര്? എന്ത് പേര് ചേരും? അവസാനമായി ശിവരാമെന്ന് വിളിച്ചോളൂ. എന്താ? ഓ അതെ. നടക്കുക. എവിടെ ആശാന ഈ സ്ഥലം? 3-4 കിലോമീറ്റർ ആയല്ലോ നടത്തുന്നത്. അതെ, ഒരു നഗ്ന സത്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ എന്റെ കാശില്ല, നാളെ തരാം. അതാണ് സത്യം. ഓ അങ്ങനെ. മുതലാളി പറയുന്നു ഇന്നത്തെ കഴിഞ്ഞാൽ ഇടപാടില്ലെന്ന്. അളിയൻ പറയുന്നു നാളെ തരാന്ന്. ആ സൈസ് എടുക്കൂലല്ലോ ആശാനെ. നാളെ ബാങ്ക് തുറന്നിട്ട് എടുത്തു തരാം. ഓക്കെ. അതിനിപ്പം നാളെ ആക്കണ്ട. ഏത് ബാങ്കാണെന്ന് പറഞ്ഞാ മതി. നമുക്ക് ഇപ്പൊ തന്നെ തുറക്കാം. ഞാൻ ഏത് പൂട്ടും പൊളിക്കും. ചന്ദ്രു, കഴിഞ്ഞതൊക്കെ പോട്ടെ. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല, നീ പോയിക്കോ. ചന്ദ്രു മോനെ, എടാ, ചുഴിയും മലരിയും കലർന്നതാ ജീവിതം. അതിൽ പിടിച്ചാൽ കിട്ടാത്ത അടിയൊഴുക്കുണ്ട്, പ്രശ്നങ്ങളുടെ പാറക്കെട്ടുണ്ട്, വേദനയുടെ നീരൊഴുക്കുണ്ട്. കാർമേഘ പടലത്തിലെ വെള്ളിരേഖയെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നീ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ സഹിക്കാം. പക്ഷെ പച്ച പാതിരാക്കി വന്ന് ഒരുമാതിരി ഓട സാഹിത്യം പറഞ്ഞോണ്ടല്ലോ. ചന്ദ്രു വാ, ഞാനാണ് വിളിക്കുന്നത്. അതുകൊണ്ടാ വരാത്തത്. എന്നാലേ ഞാനും പോണില്ല. സ്നേഹമാണ് അവലത്, സ്നേഹമാണ്. എന്റെ ആത്മാർത്ഥം എന്താണെന്ന് കാലം നിന്നെ മനസ്സിലാക്കി തരും. മഞ്ഞു കൊണ്ടോട്ടെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാ. ഞാൻ പോകുന്നില്ല. ആ ബാഗ് ഇങ്ങോട്ട് തന്നെ. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, എങ്കിൽ ബാഗ് തരാം. നീ ഒന്നും മിണ്ടണ്ട, ബാഗ് ഇങ്ങോട്ട് തരാൻ. നീ എന്റെ കൂടെ വന്നാലേ തരുള്ളൂ. നീ ബാഗ് നീ വിട്ടേ. പച്ചപ്പാതിരാക്കി ഉറങ്ങി കിടക്കുന്നിട്ട് ബാഗ് പിടിച്ചു പറിക്കുന്നതാ. ഇത് എന്റെ ബാഗാ സാറേ. നിന്റെ ബാഗ് എങ്ങനെയാ ഇവന്റെ തലക്കടിയിലായത്? പറയണം. പങ്ക കുഴപ്പമായി. എണീറ്റേ സാർ, ഇത് വെറും അഭിനയമാണ്. നമ്പർ ഒന്നും ഇറക്കണ്ട മോനെ. അയ്യോ പങ്ക, തേടി കുറെ നാളായി ഞങ്ങൾ നടക്കുക. ദൈവമേ, എടാ പങ്ക നീ കളിക്കല്ലേ. സാറേ ഇവന് ഉറങ്ങിട്ടൊന്നുമില്ല. ഉറക്കമാണോ അവിടെ? നല്ല ഉറക്കമാ. എടാ പങ്ക നീ തമാശ കളിക്കല്ലേ, എണീക്കടാ. അയ്യോ ഇങ്ങോട്ട് വാടാ മോനെ. എടാ നീ എണീറ്റില്ല ഞാൻ പല കേസിലും പ്രതിയാകും. ഇങ്ങോട്ട് വാ. ഉറങ്ങിയിട്ടില്ല സാറേ, സത്യം. നടക്കടാ സ്റ്റേഷനിലേക്ക്. നടക്കണം. എടാ സമ്മതിച്ചടാ, സമ്മതിച്ചു. നിന്നോട് എനിക്ക് ഒരു വഴക്കുമില്ല. മാത്രമല്ല നിന്റെ കൂടെ ഞാൻ എവിടെ വേണേലും വരാം. സത്യം സത്യം. എടാ പങ്ക എണീക്ക് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഇവനെ വിട്ടേരെ സാറേ, ഇവൻ കള്ളനല്ല. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നല്ലേ? ഏയ്, ഞാൻ അഭിനയിച്ചതാ. മാത്രമല്ല ഇവൻ എന്റെ കൂട്ടുകാരനും കൂടിയാ. ഈ ബാഗൊക്കെ എവന്റെ. നീ അപ്പൊ ഉറക്കത്തിൽ എനിക്കും തന്ന അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അത് ഞാൻ സ്വപ്നത്തിൽ ഉറക്കം കണ്ടതാണ്. പാതിരാത്രി റോഡിൽ കിടന്ന് നാടകം കളിക്കാൻ രണ്ട് വീട്ടിൽ പോടാ. വാ പോകാം. ഞാൻ അങ്ങോട്ടും ഇല്ല. മോനെ പങ്ക, പ്രശ്നങ്ങളുടെ പാറക്കെട്ട് ഇളകിയില്ലേ, വേദനയുടെ നീരൊഴുക്കും തുടങ്ങിയില്ലേ. വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. എന്താ
ആ പോലീസുകാരൻ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തേനെ. 2 എണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ. അപ്പൊ എന്ത് തിരിച്ചു കൊടുക്കാൻ ഞാൻ? അതാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. അതെങ്ങനെ സംഭവിച്ചു? എന്നെയല്ല ആ പുറകെ വരുന്ന വേദാർത്ഥ പിടിച്ചു തീർത്ത്. അയ്യോ അവിടെ നിൽക്കുമോ? എന്താ ഷാനെ, എന്താ പ്രശ്നം? കൊല്ലും ഞാൻ ഇവനെ. ഈ മുടിഞ്ഞോ പണ്ട് ഒളിമ്പിക്സിലായിരുന്ന മണിക്കൂർ 2 എന്നിട്ട് ഇവനെ ഓടിക്കുന്നത്. ഇടപാടൊക്കെ നമുക്ക് നേരം വെളുത്ത് തീർക്കാം സ്നേഹിത. അമ്മാവന്റെ സ്നേഹിതനാ ഇയാള്. ഏയ് സ്നേഹിതനാ? പിന്നെ വളരെ അടുത്ത സുഹൃത്താ, ഉറ്റ തോഴൻ. അമ്മാവൻ എന്തിനാ ഈ സൈസ് കച്ചറകളുമായി കൂട്ടുകൂടി രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ മൂത്ത മോളെ കെട്ടിച്ചു കൊടുക്ക. അയ്യോ എടാ, നിന്റെ തന്ത അന്ധന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ ഇവനോട് പറഞ്ഞു. ഇവൻ അവരെയും തല്ലി കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്നെയും തല്ലു എന്ന് പറയുന്നു. നമസ്തേ. പോട്ടെ ചേട്ടാ, പോട്ടെ. ചേട്ടന് കാശ് കിട്ടിയോ പോരെ? എടാ പങ്ക കാശ് കൊടുത്തേ. ഏത് കാശ്? എടാ മറ്റേ പേന വിറ്റ ആ കാശ്. ഓ, പേന വിറ്റ കാശ്. ആ. അതങ്ങ് വീട്ടിൽ ഇരിക്കല്ലേ, അങ്ങോട്ട് പോയി വാങ്ങിച്ചോ. അയ്യോ, ആരാ അവിടെ? ഞാനാ ചന്ദ്രുവിന്റെ അമ്മാവൻ. കൂടെ ചന്ദ്രുവും പങ്കജാക്ഷനും ഉണ്ട്. പിന്നെ നിങ്ങക്ക് പരിചയമുള്ള വേറൊരാളും കൂടെ ഉണ്ട്, പൊന്നൻ. ബസ് സ്റ്റാൻഡിൽ വെച്ച് താങ്ങിയില്ലേ? ഞാൻ നിങ്ങളെ തല്ലിയതിന്റെ കൂലി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തരാമെന്നാ ഇവന്മാര് പറയുന്നേ. എന്താ തരാമോ? ചേട്ടാ വിജയ കൊടുക്കാം. പൊന്നൻ എന്നല്ലേ പേര്? ഇവിടെ, അതെ, ഇവിടെ. ആന്ധ്ര പൊന്നൻ എന്ന് വിളിക്കും. ഹലോ 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 ഹലോ. ആ തല്ലിയതിന്റെ കൂലി മേടിച്ചു തരാനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തല്ലായിട്ട് തന്നെ തിരിച്ചുതരാം. അടി ബ്രദേഴ്സ്. എന്താണ് കിട്ടിയത് പോരെ? ഇറങ്ങി പോടാ. കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ. ഇനി പോകരുതോ? ഗുഡ് നൈറ്റ്. ഇറങ്ങി പോടാ. ഇറങ്ങി പോകാൻ പോയി പോയി പോയാ ആ